സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറ്റന്നാൾ നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി മുതൽ ജില്ലാ പോലീസ് മേധാവിമാർ വരെയുള്ളവർ പങ്കെടുക്കും. ലഹരി വ്യാപനം തടയുന്നതിനും ഗുണ്ടാക്രമണങ്ങളും അടക്കം യോഗത്തിൽ ചർച്ചയാകും. UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം നടക്കുന്ന ആദ്യ പോലീസ് യോഗമാണിത്. പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കും സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ വൻ പരിഷ്കാരങ്ങൾക്കും UDF സർക്കാർ തയ്യാറെടുക്കുന്നതിന്റെ ആദ്യഘട്ടമെന്നോണമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്തത്. സംസ്ഥാന പോലീസ് മേധാവി, DGP, ADGP, IG, DIG, SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ മറ്റന്നാൾ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി പൂർണ്ണ സമയവും ഉണ്ടാവും. കേരളത്തിലെ ലഹരി വ്യാപനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിയുടെ ഒഴുക്കും തടയുന്നതിനു വേണ്ടിയുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച യോഗത്തിലുണ്ടാകും. നിലവിലെ ക്രമസമാധാന നില വിലയിരുത്തുന്ന യോഗത്തിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനുള്ള തുടർ നടപടികൾ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തരമന്ത്രിയോട് വിശദീകരിക്കും. വർഷത്തിൽ 2 തവണ മാത്രമാണ് പോലീസ് ആസ്ഥാനത്ത് അവലോകന യോഗം ചേരാറുള്ളത്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയ ഉടൻ തന്നെ യോഗം വിളിച്ചു ചേർക്കാൻ ആഭ്യന്തരമന്ത്രി തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഉപദേഷ്ടാവായി മുൻ DGP A ഹേമചന്ദ്രനെ നിയമിച്ചു. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയാണ് ദൗത്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.